ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ലേസിൻ്റെ കവറും പിന്നെ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു റൗണ്ടിലുള്ള കാർഡ്ബോർഡ് എടുക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു റൗണ്ടിലുള്ള ഒരു കാർഡ്ബോർഡ് വേണം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. കളർ പേപ്പർ ഒട്ടിക്കുന്നതിന് പകരം പെയിൻറ്റ് അടിച്ചാലും മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ വലുതും കുഞ്ഞിതായിട്ട് ഇങ്ങനെ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ലീവ്സും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ടും ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റെഡ് കളർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല ഫ്ലവേഴ്സിനും പല കളേഴ്സാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ലേസിൻ്റെ കവറാണ്. അപ്പോൾ ലേസിൻ്റെ കവറിന് പകരം ബിസ്ക്കറ്റിൻ്റെ കവറും റസ്കിൻ്റെ കവറും ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം അതിൽ നിന്ന് ഇതുപോലെ കുഞ്ഞ് പീസ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാനൊരു സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു സർക്കിൾ കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും എല്ലാ ഫ്ലവേഴ്സിൻ്റെ നടുക്കും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനിപ്പം ലേസിൻ്റെ കവറിനകത്ത് വെൽക്കം എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതെല്ലാം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ലേസിൻ്റെ കവറിൽ തന്നെ ഇങ്ങനെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് സർക്കിൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പല ഡിസൈൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു വാൾ ഹാങ്ങിങ് പോലെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറകിൽ ഒരു നൂലും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഫ്രണ്ട് ഡോറിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് വെൽക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവർ ബൈ. താങ്ക്